ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കുറേ കമൻറ്റുകളുണ്ട്. സൗണ്ടിന് എന്ത് പറ്റി, സുഖമില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. സൗണ്ട് കുറച്ചധികം ദിവസമായിട്ട് ചുമ പിടിച്ചിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ മലബാർ റെസ്റ്റോറൻറ്റിലെ നൗഫൽ ഒരു ഒറ്റമൂലിയൊക്കെ തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളേക്ക് ശരിയാവുണ്ടാവും. ഓക്കെ, വിഷയം അതല്ല. ഈ ഒരു വീഡിയോ ഒന്ന് നോക്കി. എന്റെ മാണിക്യമൈനേ കൽബ് കുളിരണ കുയിലേ, എന്റെ ഉമ്മമാരുടെയും പെങ്ങന്മാരുടെയും കെട്ടുള്ളമാരെയൊക്കെ കൂടെ ടെക്സ്റ്റൈൽസിക്ക് തുന്നലെടുക്കാൻ പോയ ഓരോ ഭർത്താക്കന്മാരെയും അവസ്ഥ ഇതാണ്. അല്ലെങ്കിൽ ഓരോ ആങ്ങളാരെയും ഓരോ മക്കളെയും ഇതനുഭവിക്കാത്ത ഒരാളുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരുവിധം എല്ലാ ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ. കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ടും ഇതുപോലെ ഞാൻ ഒരുപാട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. സംഭവം എന്താ പറയാ, ഒരു അവസ്ഥ തന്നെയാണല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ തുണിക്കടയിലും ഇതുപോലെ എന്താ പറയാ നിസ്സഹായ അവസ്ഥയിലുള്ള കുറെ മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോ ഇങ്ങനൊരവസ്ഥ, ഇത് നമ്മുടെയൊക്കെ ഉമ്മയും പെങ്ങളും ഭാര്യമാരൊക്കെ വലിച്ചിടുന്ന തുണികളുടെ അവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് വലിച്ചിടുന്ന ആൾക്കാരുടെ അവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ നമ്മളൊക്കെ ആ ഒരു ടേബിളിന്റെ മുന്നിൽ ഇതിങ്ങനെ മലയോളാക്കിയിട്ടുണ്ടാവും. റാക്കിന്റെ ഉള്ളിൽ നിന്ന് മൊത്തം വലിച്ചിട്ട് അതൊന്ന് കാണിക്കും ഇതൊന്ന് കാണിക്കും എന്ന് പറഞ്ഞിട്ട് വലിച്ചിങ്ങിട്ട് ഒരു മല പോലെ ആക്കിയിട്ടുണ്ടാവും. ഈ സാധനമൊക്കെ തിരിച്ച് മടക്കി വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവത്തിന് ഇതൊരു മടി കൂടാണ്ട് രണ്ട് കാര്യങ്ങളും, റാക്കിന്ന് എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് ഇടാനും ഇതിന്ന് എടുത്ത് തിരിച്ചു വെക്കാനും മടി കൂടാണ്ട് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ടെക്സ്റ്റൈൽസുകാർ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ഞാനിതിൽ ഇടയ്ക്ക് എവിടെയോ കേട്ടതാണ്, സത്യമാണോന്ന് അറിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിച്ചിടുന്ന ആൾക്കാരല്ല അത്ര ഇത് മടക്കി വെക്കുന്നത്. അതായത് വൈകുന്നേരം വരെ വലിച്ച് ഇതിങ്ങനെ ഒരു മല പോലെ തുണികൾ ഫ്രണ്ടിൽ ടേബിളിന്റെ മുകളിൽ എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാഫിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യത്രേ. ഇപ്പോൾ ഒരു ഫ്ലോറിലെ സ്റ്റാഫിനെ മുകളിലേക്ക് അയക്കും, അത് മടക്കി വെക്കേണ്ട സമയമാകുമ്പോൾ മുകളിലുള്ളവരെ താഴത്തേക്ക് അയക്കും. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഈ വലിച്ചെടുത്ത് കാണിച്ചു തരാൻ അവർക്കൊരു മടി ഉണ്ടാവില്ല എന്ന് ഞാനിവിടെ കേട്ടിട്ടുണ്ട്. നമുക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഈ വലിച്ചെടുത്ത് നമുക്ക് കാണിച്ച് തരുന്നവരല്ല ഇത് തിരിച്ചു മടക്കി വൃത്തിയാക്കിയിട്ട് റാക്കിലേക്ക് വെക്കുന്നത് എന്ന്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ എടുത്ത് കാണിച്ചു തരാൻ അവർക്ക് ഒരു മടിയില്ല, കാരണം ഇത് നമ്മളല്ലല്ലോ മടക്കി വെക്കുന്നത്. സോ അങ്ങനെ ഒരു ട്രിക്ക് ചില ടെക്സ്റ്റൈൽസ് മീൻസ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വേണോ എന്താ അറിയില്ല. ഞാനിത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു കാര്യം കൂടെ പറയണം തോന്നി. ഇത് ശരിയാണോ അല്ലയോ, ഇതിനെ കുറിച്ച് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇങ്ങനെ പെരുന്നാൾ പർച്ചേസ് ഒക്കെ തുടങ്ങിയില്ലേ, എല്ലാ ആണുങ്ങളോടും ക്ഷമ. കേട്ടിട്ടില്ലേ, അസ്സബറുൽ ഇസ്ബുൽ ഈമാൻ, ക്ഷമ ഈമാന്റെ പകുതിയാണ്. ക്ഷമിക്കുക, ഒക്കെ ശരിയാവും. ബൈ.